ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ Aswathy Ganga. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് ടോണറായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യാണ്. റോസ് വാട്ടർ ഞാനിപ്പോൾ സ്കിൻ കെയറും കൂടി കാണിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഞാനൊരു ഫേസ് സിറമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഈ സിറം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവട്ടെ. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബയോട്ടിക്കിൻ്റെ Nectar മോയ്സ്ചറൈസറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇത് ഞാൻ സിറം യൂസ് ചെയ്തിട്ട് കുറച്ചൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തത് ഇടാണ്ട് എന്താ പറയുക, 1 മിനിറ്റ് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ശേഷം വേണം അടുത്ത പ്രൊഡക്റ്റ് ഇടാനായിട്ട്. അതും ഇതുപോലത്തെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒന്ന് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈമർ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനാണ്. നിങ്ങൾക്കിപ്പം സിമ്പിളായിട്ട് അലോവേര ജെല്ല് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ പ്രൈമർ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതൊരു സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പം നമ്മുടെ ഇതിലേക്ക് നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അത് കൂടുതൽ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ വെഡ്ഡിങ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ലുക്കാണല്ലോ. അപ്പോൾ അന്നേരം വെഡ്ഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും മേക്കപ്പ് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനായിട്ടാണ് ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ജെൽ ബേസ്ഡ് പ്രൈമറാണ്. കുഴപ്പമില്ല, നല്ലോണം മേക്കപ്പ് അതിൽ കുറച്ചധികം നേരം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈമറാണത്. അതുപോലെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നെക്കിൽ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറക്കല്ല കേട്ടോ. അല്ലെങ്കിൽ നെക്കും ഫേസും 2 കളറിലിരിക്കും. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് CC ക്രീമാണ് കേട്ടോ. CC ക്രീം എന്ന് പറഞ്ഞാൽ കോംപ്ലക്ഷൻ കറക്റ്ററാണ്. ഇതിനോട് 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഷെയ്ഡ് നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ബേജ് ആണ്. ഞാൻ എല്ലാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, 4 ഷെയ്ഡ് ഉണ്ട് ഇത് ലാക്മയുടെ CC ക്രീമാണ്, കോംപ്ലക്ഷൻ കറക്റ്റർ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പം ഞാനിപ്പോൾ ഒരു CC ക്രീം നമുക്ക് എന്തായാലും ഫുൾ കവറേജ് കിട്ടില്ല. ഒരു മീഡിയം കവറേജൊക്കെയാണ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ ആകുമ്പോൾ നമുക്ക് ഫുൾ കവറേജ് കിട്ടും. നമുക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ. BB ക്രീം CC ക്രീം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു മീഡിയം കവറേജേ കിട്ടുകയുള്ളൂ. നമുക്ക് കുറച്ചുകൂടി ഡാർക്ക്നെസ്സും ഫേസ് കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനൊരു ഇവിടെ CC ക്രീം യൂസ് ചെയ്ത് എനിക്ക് ഇത് മതിയെന്ന് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് കുറച്ച് ലൈറ്റ് ആണോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. പക്ഷേ കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പം എനിക്ക് തോന്നുന്നു ക്യാമറയിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി പുട്ടി അടിച്ച പോലെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഒറിജിനലി അത്രയും അല്ല കേട്ടോ. അത്രയും പുട്ടി അടിച്ച പോലെ ഒന്നുമില്ല. നാച്ചുറലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഞാനിവിടെ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. കൺസീലർ യൂസ് ചെയ്യുന്നത് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് മാറാനാണ്. അപ്പം ഞാൻ ഡാർക്ക്നെസ് ഉള്ളിടത്ത് മാത്രം കൺസീലർ അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം CC ക്രീം കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്തത്. അതിനുശേഷം ഞാൻ സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കൺസീലർ ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഈ കൺസീലറൊക്കെ നമുക്ക് തേച്ച് അങ്ങ് കളയരുത്. ജസ്റ്റ് ഇതുപോലെ അങ്ങ് ഡാബ് ചെയ്ത് കൊടുക്കുക വേണ്ട. അവിടെ തന്നെ അങ്ങനെ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ തുടച്ച് കളയരുത് കേട്ടോ. നെക്സ്റ്റ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യണം. മെയിനായിട്ടും നമ്മുടെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒലിച്ചു പോകും. അപ്പം ഞാനിവിടെ നമ്മൾ കൺസീലർ യൂസ് ചെയ്തേക്കുന്നിടത്തൊക്കെ ശരിക്കും സെറ്റ് ചെയ്യണം. നമ്മുടെ ടീ സോൺ ഏരിയ ഉണ്ടല്ലോ, കൂടുതൽ വേർക്കുന്ന ഭാഗം, അതായത് മൂക്കിൻ്റെ അവിടെ, പിന്നെ ഈ ഒരു ടീ സോൺ എന്ന് പറയും, നെറ്റിയുടെ അവിടെ, മൂക്കിൻ്റെ താഴെ സൈഡിലൊക്കെ ആയിട്ട് അവിടെയൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വേർത്ത് കഴിയുമ്പം കൂടുതലായിട്ടും ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ഇത് ഒലിച്ചു പോകുന്നത്, മേക്കപ്പ് പെട്ടെന്ന് ഒലിച്ചു പോകുന്നത്. അതിനുശേഷം ഞാൻ
ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അതിന് ശേഷം അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ആദ്യം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ കോംബ് ചെയ്ത് കാണിച്ചില്ലേ ബ്രഷ് കൊണ്ട്, അതിൽ തന്നെയുള്ള ബ്രഷാണ്. അതുകൊണ്ട് കോംബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോംബ് ചെയ്തിട്ട് എപ്പോഴും വരയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. എഴുതിയേക്കുന്ന ഐബ്രോസും എഴുതാത്തതും തമ്മിൽ നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും കേട്ടോ. കണ്ടില്ലേ, നല്ല ഡിഫറൻസ് ഇല്ല രണ്ടും തമ്മിൽ. അപ്പോൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ രണ്ട് ഐബ്രോസും എഴുതി. ബ്രൗൺ ഐബ്രോ പെൻസിലാട്ടോ യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്ന ഐഷാഡോ പാലറ്റാണ്. ഇത് വെറ്റനബിളിൻ്റെ റോസ് ഇൻ ദ എയർ ആണ്. ഇതിൽ ഞാനൊരു ട്രാൻസിഷൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ വലിയ ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ ഒരു ജസ്റ്റ് ചെയ്തു ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പ് അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ബ്ലെൻഡ് ചെയ്യുമ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ബ്ലെൻഡിങ് ബ്രഷാണ് നമുക്ക് വേണ്ടത്. ഇത് ഈ ബ്രഷ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്, ലിങ്ക് കൊടുക്കാം കേട്ടോ. നല്ല ബ്രഷാണിത്. അപ്പോൾ ഈ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ എക്സസ് പ്രൊഡക്റ്റ് എപ്പോഴും നമ്മൾ എന്തായാലും ബ്രഷ് എടുക്കുമ്പോൾ കുറച്ച് എക്സസ് പ്രൊഡക്റ്റ് വരും. അത് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ ട്രാൻസിഷൻ ഷെയ്ഡാണ് യൂസ് ചെയ്തത്. അതിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഒരു ഡാർക്ക് പിങ്ക് കളറാണത്, അത് യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ബ്രഷ് ഉണ്ട്, നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒരു കണ്ണിലവിടെ വച്ചിട്ട് അതിന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. സെയിം തന്നെ അടുത്ത കണ്ണിലും അതുപോലെ തന്നെ ചെയ്യുക. ഞാൻ എടുക്കുന്ന ഒരു ഷിമ്മർ കളറാണ്. അതൊരു ഗ്ലിറ്ററിങ്, അത്ര വലിയ ഗ്ലിറ്ററിങ് അല്ല, എന്നാൽ ലൈറ്റായിട്ടൊരു ഷിമ്മർ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ വിരൽ കൊണ്ട് തന്നെ അവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്നില്ല, അപ്പോൾ കുറച്ചൊരു ഗിൽറ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ചെയ്തത്. രണ്ട് കണ്ണിലും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് കാജലാണ്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ടർക്കോയിഷ് കളറ് കാജൽ പെൻസിലാണ് കേട്ടോ. ഇത് ലാക്മേയുടെ കാജൽ പെൻസിലാണ്, അടിപൊളിയാണ്, നല്ല കളറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കളറും ഈ ഒരു കളർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാജൽ പെൻസിൽ യൂസ് ചെയ്തത്. നെക്സ്റ്റ് മസ്കാര ഇടാൻ ഒരിക്കലും മറക്കരുത്. മസ്കാര നമ്മളിപ്പോൾ കണ്ണൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു മസ്കാര മാത്രം ഒരു 2 കോട്ട് ഇടുവാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും. നമ്മുടെ കണ്ണ് നല്ല വിടർന്നിരിക്കും. അപ്പോൾ 2 കോട്ട് മസ്കാര ഇടുന്നുണ്ട് കേട്ടോ. മുകളിലും അതുപോലെ തന്നെ താഴെ ഇടാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ വാഷബിൾ മസ്കാരയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്ക് വാഷബിളാണ് ഇഷ്ടം, കാരണം വാട്ടർ പ്രൂഫ് നനയുമ്പോൾ പോവില്ല, അത് ഓക്കെയാണ്. പക്ഷെ നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും വാട്ടർ പ്രൂഫ് ഇടാൻ വലിയ താല്പര്യമില്ല. ഞാൻ എപ്പോഴും വാഷബിളാണ് ഇടുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഹൈലൈറ്ററാണ്. എൻ്റെ ബ്രോബോണിൻ്റെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രോബോണിൻ്റെ താഴെയും അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെ. ഇത് വെറ്റനബിളിൻ്റെ ഒരു മെഗാഗ്ലോ ഹൈലൈറ്റിംഗ് പൗഡറാണ് കേട്ടോ. നല്ല ഹൈലൈറ്റിംഗ് പൗഡറാണ്. അതുപോലെ ക്യൂപ്പിഡ്സ് ബോയിലും താഴെയും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് കൊടുക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്ന യാതൊരു കുഴപ്പമില്ല, നല്ലതായിരിക്കും, നല്ല തിളങ്ങി നിൽക്കും. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ഞാൻ ഒരു ബ്ലഷായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നമുക്ക് നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് കൈകൊണ്ട് തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ചിരിച്ചുകൊണ്ട് വേണം ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല ലൈറ്റ് ഒരു പിങ്ക് കളർ നമുക്ക് അവിടെ കവിളിൻ്റെ അവിടെ നല്ലൊരു നാച്ചുറൽ പിങ്ക് കളർ വരും. നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. ഓവറായിട്ടല്ല, വളരെ ചെറുതായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ഡ്രസ്സ് മാറി ഒരു കമ്മലിട്ടു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് മെബലിൻ്റെ ഏതാ ഷെയ്ഡ് ഞാൻ കൊടുക്കാം കേട്ടോ. മെബലിൻ്റെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്.
അപ്പോൾ ഏകദേശം എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഒരു പൊട്ടും കൂടി വെച്ചു. നെക്സ്റ്റ് പിന്നെ ഞാൻ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു രീതിയിൽ കെട്ടി വെച്ചു എന്ന് പറയാം. അങ്ങനെ വലിയൊരു എന്താ പറയുക ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് ചെയ്യുന്ന ആ ഒരു കാജൽ പെൻസിലാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരുന്നത്. ഒരു പീക്കോക്ക് കളർ എന്ന് പറയാം. ഗ്രീൻ ബ്ലൂ മിക്സ് ചെയ്തൊരു കളറാണ്. ഇതിൻ്റെ ഒരു ഒറിജിനൽ കളർ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ കിട്ടിയേക്കുന്നത്. കുറച്ചും കൂടി ഒരു കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് വന്നിട്ട്. ആ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുമ്പോൾ ലൈറ്റ് ഒരു എന്താ ഒരു പിങ്ക് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം നമുക്കൊരു ഫംഗ്ഷനൊക്കെ ആകുമ്പം ഒരു കുറച്ച് ബ്ലഷ് ഇട്ടുമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ബ്ലഷ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് പരീക്ഷിക്കാം. ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, പിങ്ക് കളർ ഐ ഷാഡോ ഒക്കെ ആയാലും മതി കേട്ടോ. ബ്ലഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വിചാരിക്കുകയാണ്. നിങ്ങൾക്കൊരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കായിട്ടൊക്കെ നമ്മളൊരു കല്യാണത്തിന് ഗസ്റ്റായിട്ടൊക്കെ പോകില്ലേ, അപ്പോൾ പരീക്ഷിക്കാൻ പറ്റിയ ലുക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിപ്പം ഹെയർ ഇങ്ങനെ നടക്കുന്ന എടുത്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ജസ്റ്റ് കോമ്പിയർ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ നിർത്തിയേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാമല്ലോ, ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.